ഇന്ത്യ GDP-യിൽ 4-ാം സ്ഥാനത്തെത്തിയിരുന്നു കഴിഞ്ഞ വർഷം എടുത്താൽ. അമേരിക്ക, ചൈന, ജർമ്മനി കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യ. ജപ്പാനെയും UK-യും പോലും നമ്മൾ പിന്തള്ളി ഇരുന്നു എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ നമ്മൾ വീണ്ടും 6-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ജപ്പാനും UK-യും ഒക്കെ വീണ്ടും മുൻപിൽ കയറി നമ്മൾ 6-ാം സ്ഥാനത്തായി മാറിയിരിക്കുകയാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് 4 ട്രില്യൺ അതിലധികം എന്നൊക്കെ പറയുമ്പോൾ അത് അതിഭയങ്കരമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ തന്നെയാണ്. പക്ഷെ എന്നിട്ടും പച്ച മലയാളത്തിൽ ചോദിച്ചാൽ എന്തുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. ഇന്ത്യ GDP-യിൽ 4-ാമതും 5-ാമതും 6-ാമതും ഒക്കെ ആയിരിക്കാം. എന്നാൽ നമ്മുടെ GDP പെർ ക്യാപിറ്റ നോക്കിയാൽ ഇന്ത്യ 140-ാം സ്ഥാനത്ത് മാത്രമാണ്. അതായത് ഈ GDP മുഴുവൻ ഇവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ വീതിച്ചു കൊടുത്താൽ ഒരാൾക്ക് എത്ര കിട്ടും എന്ന് നോക്കിയാൽ ആ ലിസ്റ്റിൽ നമ്മൾ 140-ാം സ്ഥാനത്താണ്. കാരണം ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യവും ഇന്ത്യയാണ്. 820 കോടി ജനങ്ങളുള്ളതിൽ 150 കോടി ജനങ്ങളും ഇന്ന് ഇന്ത്യയിലാണുള്ളത്. പോപ്പുലേഷൻ നമ്മുടെ ഒരു പ്രശ്നവുമാണ്. എന്നാൽ ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കിയാൽ ഇന്ത്യ 116-ാം സ്ഥാനത്താണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കിയാൽ ഇന്ത്യ 130-ാം സ്ഥാനത്താണ്. മാധ്യമ സ്വാതന്ത്ര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനം നമ്മളെ ഞെട്ടിക്കും 157-ാമത് മാത്രമാണ്. ലോക്കൽ വാർത്തകൾ മാത്രമേ ഇവിടെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുള്ളൂ. ഇവിടെയുള്ളവർക്ക് അത് മതി താനും. പാസ്പോർട്ട് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനം 80-ാമതാണ്. ഇനിയും ഒരുപാട് പറയാനുണ്ട്. സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ പല കാര്യങ്ങളും. ഇവിടെ എല്ലാം ഇന്ത്യ എത്രാമത് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 കഴിഞ്ഞിട്ടാണ്. ഒരു ഒളിമ്പിക്സ് നടക്കുമ്പോഴും അല്ലെങ്കിൽ ഫുട്ബോളിന്റെ സമയത്തും ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇന്ത്യ എവിടെയാണ്. ഇങ്ങനെ പല ലിസ്റ്റുകൾ എടുക്കുമ്പോഴും നമ്മൾ വളരെ പുറകിലാണ്. പക്ഷേ എന്നിട്ട് നമ്മളൊരു വലിയ സാമ്പത്തിക ശക്തിയാണ്. GDP-യിൽ ഇന്ത്യ കുതിക്കുകയാണ്. ഏറ്റവും അധികം GDP ഗ്രോത്ത് റേറ്റ് ഉള്ള ഏറ്റവും അധികം വളർച്ചാ നിരക്കുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് തമ്മിൽ ഒരു യോജിപ്പില്ലായ്മ. എന്തുകൊണ്ടാണത്? രൂപയുടെ മൂല്യം ഇടിയുന്നു, വിലക്കയറ്റം കൂടുന്നു. ഒരു വശത്ത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്ന് പറയുന്നു, മറുവശത്ത് ഇന്ത്യ തകർച്ചയിലേക്ക് പോവുകയാണെന്നും. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യം എന്താണ്? രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് നമ്മുടെ സ്വന്തം സാമ്പത്തിക ഭാവിയെ നമ്മൾ തന്നെ സംരക്ഷിക്കണം. കാരണം സർക്കാരുകൾ മാറും, സാമ്പത്തിക നയങ്ങൾ മാറും, മാർക്കറ്റുകൾ ഉയരും താഴും. പക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും ഭാവിയിലെ ലക്ഷ്യങ്ങളും മാറുന്നില്ല. സാമ്പത്തിക സാഹചര്യങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചില വർഷങ്ങളിൽ മാർക്കറ്റ് മികച്ച പ്രകടനം കാഴ്ചവെക്കും, ചില വർഷങ്ങളിൽ വലിയ ഇടിവും ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ദീർഘകാല ലക്ഷ്യത്തോടെ കൃത്യമായി നിക്ഷേപിക്കുന്നവര് ശക്തമായ കമ്പനികളിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത്തരത്തിൽ ബജാജ് ലൈഫ് ഇപ്പോൾ നിഫ്റ്റി 200 വാല്യൂ 30 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം പല ബാങ്കുകളും ഏകദേശം 5% അല്ലെങ്കിൽ 6% പലിശ മാത്രമൊക്കെയാണ് നൽകിയതെങ്കിൽ ഈ ഇൻഡെക്സ് 15.4% വരെ റിട്ടേൺ നൽകിയ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിലും ഇതേ റിട്ടേൺ ലഭിക്കുമെന്ന് അർത്ഥമാക്കുന്നില്ല. പക്ഷെ ഇത്തരം ഒരു ഇൻഡെക്സിലേക്ക് നിക്ഷേപിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഈ NFO വഴി ലഭിക്കുന്നത്. ഇവിടെ NAV 10 രൂപയാണ്. വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന റിട്ടേണിന് നിലവിലത്തെ നിയമപ്രകാരം ടാക്സ് ഇല്ല. കൂടാതെ നിങ്ങൾ അടയ്ക്കുന്ന മാസ പ്രീമിയത്തിന്റെ 120 ഇരട്ടി ലൈഫ് കവർ ലഭിക്കും. നിങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായിട്ട് മരണപ്പെട്ടാൽ തുടർന്ന് അടയ്ക്കേണ്ട പ്രീമിയം കമ്പനി ഏറ്റെടുക്കും. അതായത് നിങ്ങൾ ആരംഭിച്ച നിക്ഷേപം മുടങ്ങാതെ തുടരും. മെച്യൂരിറ്റിയിൽ ലഭിക്കേണ്ട തുക നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുകയും ചെയ്യും. പ്രവാസികൾക്ക് മാസം ഏകദേശം 18,000 വരെ നിക്ഷേപിക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ പ്രൊജക്ഷൻ പ്രകാരം ഏകദേശം 2 കോടി വരെ റിട്ടേൺ പറയപ്പെടുന്നുണ്ട്. ഈ NFO ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ലഭ്യമാവുകയുള്ളൂ. കൂടുതൽ അറിയാനും എല്ലാ നിബന്ധനകളും മനസ്സിലാക്കാനും ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് പരിശോധിക്കുക. എല്ലാം മനസ്സിലാക്കിയതിനു ശേഷമേ നിക്ഷേപ തീരുമാനം എടുക്കാവൂ. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. 2016 വർഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വർഷമാണ്. കാരണം യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ടൊരു വരുമാനം എനിക്ക് കിട്ടിയത് ആ ഒരു വർഷത്തിലാണ്. ഒരു $100. അതായത് അന്ന് ഒരു ഡോളറിന് 70 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 7,000 രൂപ അക്കൗണ്ടിലോട്ട് കയറിയപ്പോൾ പിന്നീട് അങ്ങോട്ട് ഓരോ മാസവും അല്ലെങ്കിൽ ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ വീക്ക് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അന്ന് ഒരു ഡോളറിന് 70 രൂപയാണ് കിട്ടിയിരുന്നതെങ്കിൽ ഇന്ന് അത് ഏകദേശം 95 രൂപയായിട്ടുണ്ട്. ഉടനെ തന്നെ അത് 100 ആകാൻ പോകുന്നു. ഡോളർ ശക്തിപ്പെടുന്നതും രൂപ വീക്കാവുന്നതും അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് സംഭവിച്ചാലും നമുക്ക് നല്ലതാണ്. ഇനി ഡോളറിൽ തന്നെ കാശ് വരണമെന്നൊന്നുമില്ല. ഗൾഫിൽ നിന്ന് പണം അയക്കുന്നവർക്കും ഇത് നല്ലതാണല്ലോ. പക്ഷെ അന്ന് കിട്ടിയ ആ ഒരു സന്തോഷം പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു വരികയും പിന്നീട് ഒന്നും തോന്നാത്തൊരവസ്ഥയും ഒക്കെ വന്നു. ഏത് കാര്യവും അങ്ങനെയാണല്ലോ. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സംഭവമൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്ക് അതിലൊന്നും താല്പര്യമില്ലാതായിട്ട് വരും. പക്ഷെ അത് മാത്രമല്ല, ഒന്ന് ഓർത്തു നോക്കിയാൽ ഒരു ഡോളറിന് 70 രൂപയൊക്കെ വെച്ച് അന്ന് കിട്ടുമ്പോൾ ആ സമയത്ത് ഒരു ചായക്ക് വില 6 രൂപയോ 7 രൂപയൊക്കെയാണ്. പെട്രോളിന് വില 65 68 ഒക്കെയാണ്. ഒരു LPG സിലിണ്ടറിന് അന്ന് ഏകദേശം 400 രൂപയുള്ളൂ. എന്നാൽ ഈ സമയമായപ്പോഴേക്കും
ഒരു ഡോളർ കൊടുത്താൽ 70 രൂപയിൽ നിന്ന് ഏകദേശം 95 രൂപയായെങ്കിലും ഇതിനിടയിൽ ഇന്ത്യയുടെ GDP ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളെ നമ്മൾ പിന്തള്ളിയെങ്കിലും വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു ചായയുടെ വില 6-ൽ നിന്ന് 15 ആയിട്ട് മാറി. ഒരു ഗ്യാസ് കുറ്റിയുടെ വില 400-ൽ നിന്നും ഏകദേശം 950 കഴിഞ്ഞു. പെട്രോളിന് 68 നിന്നെടുത്ത് നിന്ന് ഇപ്പോൾ ഏതാണ്ട് 115 എത്തിയിരിക്കുന്നു. സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഞാൻ എടുത്ത ഒരു കാറ് അതിൽ പെട്രോൾ അടിച്ച് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നത് പോലും മുതലാകാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിന് പകരം ഒരു EV കാർ വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിലും ലോൺ എടുക്കാനുള്ള മടി കൊണ്ട് അതൊന്നും വേണ്ട എന്ന് വെക്കുന്നു. യൂട്യൂബിൽ നിന്നൊരു ഇൻകം കിട്ടുന്നതിന് മുൻപ് നമുക്കൊരു വരുമാനം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറുകിട ആയുർവേദ ഉൽപ്പന്ന സംരംഭം എന്നൊക്കെ പറഞ്ഞ ഒരു ലൈസൻസ് ഒക്കെ എടുത്തിട്ട് കൊതുക് വരാതിരിക്കാനുള്ള ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് മെഡിക്കൽ സ്റ്റോറുകളിലും അങ്ങാടിക്കടകളിലും ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അതിൽ നിന്നുള്ള ഒരു ചെറിയ വരുമാനമായിരുന്നു. സാധാരണ ഒരു ജോലിക്ക് പോയാൽ കിട്ടുന്ന വരുമാനം മാത്രമേ അതിൽ നിന്ന് കിട്ടുമായിരുന്നുള്ളൂ. എങ്കിലും വേറൊരാളുടെ കീഴിൽ പണിയെടുക്കാതെ അവനവൻ തന്നെ രാജാവ് എന്നുള്ള നിലയിൽ അതങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമായിരുന്നു. യൂട്യൂബ് വന്നു കഴിഞ്ഞപ്പോൾ ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കി. പിന്നീട് അങ്ങോട്ടൊരു വലിയ വളർച്ചയാണ് നമ്മൾ സ്വപ്നം കണ്ടതെങ്കിലും അങ്ങനെ സംഭവിച്ചില്ല. കാരണം കിട്ടുന്ന പണമൊക്കെ കൂടിക്കൊണ്ടിരുന്നു, എന്നാൽ ചിലവുകൾ അതിനപ്പുറത്തായിരുന്നു. ഇവിടെയെല്ലാം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിലവിൽ ഇന്ത്യൻ രൂപയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വീക്കസ്റ്റ് കറൻസി ഇൻ ഏഷ്യ എന്നുള്ളതാണ്. രൂപ ദുർബലമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ നമുക്ക് പറയാം 1947 ഒരു ഡോളറിന് 3 ഇന്ത്യൻ രൂപ വിലയുണ്ടായിരുന്നു. അന്ന് അങ്ങനെ വിലയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? രാജ്യത്തിന്റെ അവസ്ഥ നമുക്കറിയാം. പിന്നീട് അങ്ങോട്ടും അത്യാവശ്യം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് നല്ല വില തന്നെ ഉണ്ടായിരുന്നു. വിലയുണ്ടായിരുന്ന സമയത്തൊന്നും നമ്മുടെ കയ്യിൽ പണമില്ലായിരുന്നു എന്ന് പറയാം. എന്നാൽ പിന്നീട് LPG ഗ്യാസിന്റെ കാര്യമല്ല പറഞ്ഞത്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് PV നരസിംഹറാവും നമ്മുടെ മൻമോഹൻ സിംഗും ഒക്കെ ചേർന്ന് 91-ൽ പരിഷ്കാരങ്ങൾ വരുത്തുന്നു. ചൈനയിൽ 79-ൽ കൊണ്ടുവന്നതുപോലെ നമ്മൾ അത്രയും പുറകിലായി പോയി. പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ രൂപ ഇടിയാൻ തുടങ്ങിയെന്നോ ഡോളർ ശക്തിപ്പെട്ടുവെന്നോ രണ്ടും ഒരുമിച്ച് സംഭവിച്ചുവെന്നോ മാറി മാറി പറയാം. എന്താണെങ്കിലും പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറയുന്നത് തന്നെയാണ്. എന്നാൽ അന്ന് മുതലാണ് ഇന്ത്യയുടെ GDP കുതിച്ചു കയറാൻ തുടങ്ങിയത്. ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയാകാൻ തുടങ്ങിയത്. ഇന്ത്യ ലോകരാജ്യങ്ങളെല്ലാം വിലമതിക്കുന്ന ഒരു രാജ്യമായിട്ട് കയറി വരാൻ തുടങ്ങിയതും അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ആയതും ഒക്കെ അങ്ങനെയാണ്. അതായത് പറഞ്ഞത് ഇന്ത്യൻ രൂപ ശക്തിപ്പെടുന്നതോ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് നല്ല വാല്യൂ ഉണ്ടാവുന്നതോ ഒന്നുമല്ല ഒരു രാജ്യത്തിന്റെ ശക്തിയോ അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിയോ ഒന്നും സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ അവസ്ഥ ഒരല്പം ക്രിട്ടിക്കലാണ്. പലപ്പോഴും ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് ഒരു ബബിളാണോ അല്ലെങ്കിൽ ഇതൊരു ഊതിപ്പെരിപ്പിച്ച നുണയാണോ എന്ന് പോലും പലരും വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന് പുറകിൽ കഴമ്പുള്ള ചില കാര്യങ്ങളുണ്ട്. ഇവിടെ എനിക്ക് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ട് പറയാം. ഒന്ന്, ഫാക്റ്റുകൾ പറയാം. അതായത് ഇന്ത്യയുടെ GDP ഒന്നും ഊതിപ്പെരിപ്പിച്ചതല്ല. ഇന്ത്യയുടെ പഴയ കഥ എന്താണെന്ന് അറിയാത്തവരാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. നമ്മൾ കുതിച്ച് മുന്നേറിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിലവിൽ ഓരോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് ഉക്രൈനിലെ കാര്യങ്ങൾ തുടങ്ങി അല്ലെങ്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫുകളും അതിനു പുറകെ വന്ന ഇറാനിലെ ഈ ഹോർമൂസിലെ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് പറയാനുണ്ട്. മറ്റൊരു വശത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ചില പിടിപ്പുകേടുകൾ, നയങ്ങളിലുള്ള ചില വീഴ്ചകളൊക്കെ ഇന്ത്യൻ രൂപ ഇടിയാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ GDP താന്നു പോകാനുമൊക്കെ അല്ലെങ്കിൽ നാളെ നമ്മൾ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാനുമുള്ള ചില കാര്യങ്ങളും കൂടെയാണ്. പക്ഷെ ഇത് രണ്ടുമല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നേരെ മറിച്ച് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു വിഷയം ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ചില പരിമിതികൾ ഉണ്ടാവും. ദയവ് ചെയ്ത് അത് ക്ഷമിക്കുക. അതായത് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഒരു 10-15 വർഷമായിട്ട് നമ്മുടെ ജീവിത രീതികൾ വല്ലാതെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് സോഷ്യൽ മീഡിയ അതിൽ അതിഭയങ്കരമായ വ്യതിചലനവും ഉണ്ടാക്കിയിട്ടുണ്ട്. കടമെടുക്കുന്ന രീതികൾ ആകെപ്പാടെ നമ്മുടെ മാറി. ഏതൊരു സാധാരണക്കാരനും കുറേയധികം EMIകളും ലോണുകളും ബാധ്യതകളും ഒക്കെ വരുത്തി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. എന്നാൽ വ്യക്തികൾ കടമെടുത്തിരുന്നത് പ്രധാനമായിട്ടും ഭവന വായ്പകൾക്ക് വേണ്ടിയും സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതെല്ലാം നല്ല ലോണുകൾ എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ വാഹന ലോണുകളും ഒക്കെ ഒരു നിശ്ചിത പരിധി വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് RBI തന്നെ പറയുന്ന അനുസരിച്ച് 55% ഇങ്ങനെ എടുക്കുന്ന ലോണുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഭവന വായ്പയല്ല, നോൺ ഹൗസിംഗ് റീറ്റെയിൽ ലോൺസ് ആണ് എന്ന് പറയാം. അതായത് ചില്ലറ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇതിൽ ആളുകൾ EMIയിൽ മൊബൈൽ ഫോണും അല്ലെങ്കിൽ വാഹനങ്ങളും ഒക്കെ വാങ്ങുന്നതോ ദൂർത്തോ ആഡംബരമോ ഒന്നും മാത്രമല്ല പറയുന്നത്. ആളുകളുടെ സാലറി കൂടുന്നില്ല, കുറയുകയുമാണ്. അക്കത്തിൽ നോക്കുമ്പോൾ കൂടുന്നുണ്ടാവും. പക്ഷെ ഇൻഫ്ലേഷനുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സാലറി കുറയുകയാണ്, ജീവിത ചെലവ് എന്നാലോ കുതിച്ചു കയറുകയുമാണ്. ഇത്തരം സാഹചര്യങ്ങളിലും ആളുകൾക്ക് കടം എടുക്കേണ്ടി വരും. അതും കൂടെ ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. അതായത് കടം വാങ്ങുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ്. എല്ലാവരും ഇത് ചെയ്യുന്നു, ഭൂരിഭാഗം ആളുകളും എന്ന് പറയാം. ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ GDPയുടെ
ഏകദേശം ഒരു 60% നമ്മൾ നോക്കിയാൽ അത് പ്രൈവറ്റ് കൺസപ്ഷൻ ആണ് എന്ന് പറയാം. സ്വകാര്യ ഉപഭോഗം. അതായത് ബാങ്കുകൾ കൊടുക്കുന്ന കടം നേരെ GDP വലുതാക്കുമെന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മുടെ GDPയുടെ തന്നെ നല്ലൊരു അടിസ്ഥാനം ആളുകൾ പോലും, വ്യക്തികൾ പോലും കടമെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ വലിയൊരു അപകട സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും GDP വലുതാക്കാനും അതൊരു നല്ല പരിധി വരെ ഉപകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവിടെ ഒരു അപകട സാധ്യതയുള്ളത് 2008 അമേരിക്കയിലും 1991 ജപ്പാനിലും അത് സംഭവിച്ചതാണ്. വലിയൊരു സാമ്പത്തിക മാന്ദ്യം പോലെയൊക്കെ വന്നിട്ട്. കാരണം എന്താണ്? ഈ പണം തിരിച്ചടയ്ക്കാനായിട്ട് ആളുകൾക്ക് സാധിക്കണം. ബാങ്ക് പൊട്ടുന്നു എന്നുള്ളത് മാത്രമല്ല പറയുന്നത്. അന്ന് അമേരിക്കയും ജപ്പാനും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്ന സമയമാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പോലെ തന്നെ പല കാര്യങ്ങളിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആളുകളുടെ ബേസിക് ലെവലിൽ അവരുടെ ആവശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. കയ്യിൽ പണമില്ല, കടമെടുക്കേണ്ടി വരുന്നു, വരുമാനം കൂടുന്നില്ല, ഇൻഫ്ലേഷൻ അനുസരിച്ച് വരുമാനം കുറയുകയാണ്, പലർക്കും ജോലി നഷ്ടപ്പെടുന്നു. ഇന്ന് ഇന്ത്യയിൽ IT മേഖലയിലുമൊക്കെ വളരെ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു 5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നഷ്ടമാകുമെന്ന് പറയുന്നു. 5 ലക്ഷം. ഇപ്പോൾ തന്നെ TCS മറ്റുമൊക്കെ ആളുകളെ ആയിരക്കണക്കിന് പിരിച്ചുവിട്ട് തുടങ്ങി. AI മാത്രമല്ല പറയുന്നത്. AI പവർ ചെയ്യുന്ന ഓട്ടോമേഷൻ എന്ന് പറയുന്നത് പണ്ട് സംഭവിച്ച ഓട്ടോമേഷൻ പോലെയല്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് 2030 ജോലി നഷ്ടമാകാൻ പോകുന്നു. ഓൾറെഡി വരുമാനം കുറവാണ്, ജോലി നഷ്ടമാകുന്നു. ഇങ്ങനെ എടുത്തു കൂട്ടിയിട്ടുള്ള EMI പലിശയും ലോണും ഒക്കെ അടയ്ക്കാനായിട്ട് നല്ലൊരു ഭാഗത്തിനും കഴിയാതെ വരുമോ എന്നുള്ള വലിയൊരു ആശങ്ക ഇന്നുണ്ട്. ആളുകളെല്ലാം പാപ്പരായി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാം ഒരു ബബിള് പോലെ പൊട്ടും, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യതയുണ്ട്. ഇത് പേടിപ്പിക്കാനായിട്ട് പറഞ്ഞതല്ല, പക്ഷേ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതം എടുത്തു നോക്കുക. ഒരു മനുഷ്യൻ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നത്, ഒന്ന് അവന് അസുഖമില്ലാതിരിക്കുമ്പോഴും രണ്ടവന് കടമില്ലാതിരിക്കുമ്പോഴുമാണ്. ഇന്ന് കടമില്ലാത്ത എത്ര പേരുണ്ട്? നിങ്ങളുടെ സിബിൽ സ്കോർ ഒക്കെ ഇത്തിരി കയറ്റി വെക്കുന്നതൊക്കെ നല്ലതാണ്, അതുകൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ട്. പക്ഷേ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ലോണുകളും ബാധ്യതകളുമാണോ ഇന്ന് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് വ്യക്തിപരമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇതേപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും നിങ്ങൾക്ക് അറിയാവുന്നവരെയും ഒക്കെ നിരീക്ഷിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഒരു അപകട സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വന്നത്. AI ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് ജോലി നഷ്ടമാകാൻ പോകുന്നു, വലിയൊരു തൊഴിലില്ലായ്മയും ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇറാൻ ഹോർമൂസ് എന്ന് പറയുന്ന ഒരു കടലിടുക്ക് അടച്ചപ്പോൾ അതുവഴി നമുക്ക് വരുന്ന ക്രൂഡ് ഓയിലിന്റെ നല്ലൊരു ഭാഗം ഇന്ധനത്തെയും അതൊന്ന് ചെറുതായി ബാധിച്ചപ്പോൾ തന്നെ ഇന്ത്യയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും കീശ പോലും ഈയിടെ പെട്ടെന്ന് കാലിയാകാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഊഹിക്കാവുന്നതാണ്. അതായത് ഇവിടെ ഗവൺമെന്റുകളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ടോ നമ്മുടെ പോളിസികളൊക്കെ തെറ്റാണെന്നോ ഇതിനെല്ലാം കാരണം അമേരിക്കയാണ്, ട്രംപ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടോ കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികളിലൂടെയും സാമ്പത്തിക അച്ചടക്കമില്ലാതെ കടമെടുത്തു കൂട്ടുന്നതും ദൂർത്ത് വരുത്തുന്നതും കൃത്യമായൊരു പ്ലാനിങ് ഇല്ലാത്തതും ഒക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഒരു അപകടാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ, ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? പാചകവാതകം ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, സ്വർണം വാങ്ങുന്നത് കുറയ്ക്കുക, അതായത് വിദേശ നാണ്യം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്രോളും ഡീസലും ഒക്കെ പരമാവധി കുറച്ച് ഉപയോഗിക്കുക. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ, ഈ ഒരു അവസ്ഥയിൽ രാജ്യമായിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമില്ലേ എന്ന് നിങ്ങൾ സാമാന്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. മീഡിയകൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മീഡിയ ഇത് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്ന് ചിന്തിക്കുകയുള്ളൂ. ഇപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തന്നത്. ഇനി അങ്ങനെ അല്ലാതെ വേണമെങ്കിൽ ഒരു കാര്യം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പറയാവുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു കഷ്ടകാലവും സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇത്ര നാൾ നമ്മൾ റഷ്യൻ ഓയിൽ നല്ല രീതിയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇന്ത്യൻ രൂപയിലാണ് നമ്മൾ നല്ലൊരു ഭാഗം പേ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഡോളർ പുറത്തേക്ക് പോകുന്ന വിദേശ നാണ്യത്തിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമേരിക്കയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവർ പെട്ടെന്ന് ഒരു 50% താരിഫ് ഏർപ്പെടുത്തി. അതിൽ 25% ഒരു പനിഷ്മെന്റ് ആയിരുന്നു. ഇത് നമ്മളെ ഒരുപാട് പ്രതികൂലമായി ബാധിച്ചുകൊണ്ട് തന്നെ നമ്മളും ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായി. റഷ്യയിൽ നിന്ന് ഇനി ഓയിൽ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അതും കൂടാതെ അമേരിക്കയിൽ നിന്ന് 100 കണക്കിന് ബില്യൺ ഡോളർ ചിലവ് വരുന്ന പല കാര്യങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിച്ചോളാം, ഇറക്കുമതി ചെയ്തോളാം എന്നുള്ള ധാരണയിലും ഒപ്പിട്ടു. അതായത് അമേരിക്കയിലേക്ക് നമ്മുടെ വിദേശ നാണ്യം പോകും. മറ്റൊന്ന്, ഇപ്പോൾ രൂപ കൊടുത്ത് നമുക്ക് പകരം ഇറക്കാനായിട്ട് റഷ്യൻ ഓയിൽ വാങ്ങുന്നുമില്ല. പകരം വെനസ്വേലയിൽ നിന്നാണ് വാങ്ങുന്നത്.
വെനസ്വേല അമേരിക്ക പിടിച്ചെടുത്തിട്ട് വെനസ്വേലയിൽ നിന്ന് ഈ ഓയിൽ വിൽക്കുന്നത് അമേരിക്ക തന്നെയാണ് എന്ന് പറയാം. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. അമേരിക്കയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഏറെക്കുറെ കാര്യങ്ങൾ ഒരു സ്റ്റേബിളായി പോകുമ്പോഴാണ് ഈ പറയുന്ന ഇറാനിലെ പ്രശ്നങ്ങൾ വരുന്നതും ഹോർമുസ് പ്രതിസന്ധിയും ഒക്കെ വരുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഒന്ന് പരുങ്ങലിലായിരിക്കുന്നത്. ഡോളർ ശക്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ രൂപ വീക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ച് സംഭവിക്കുന്നു. അങ്ങനെ ഇപ്പോൾ 95 ആയിരിക്കുന്നു ഒരു ഡോളറിന് ഇന്ത്യൻ രൂപ. വൈകാതെ 100 അത് കഴിഞ്ഞേക്കും എന്നും കൂടെയാണ് കരുതുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളായിരിക്കുമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ ഒരു ലക്ഷണങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സ്വന്തം ഭാവിയെക്കുറിച്ചും ചിന്തിക്കേണ്ട സമയമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ ബജാജ് ലൈഫ് നിഫ്റ്റി 200 വാല്യൂ 30 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും എല്ലാ നിബന്ധനകളും ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ലഭ്യമാണ്. എല്ലാം വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇത് നിങ്ങൾക്ക് യോജിച്ചതാണെന്ന് തോന്നിയാൽ മാത്രം നിക്ഷേപ തീരുമാനം എടുക്കുക. ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കിനി പറയാനുള്ള എല്ലാ കാര്യങ്ങളും കമന്റിൽ എഴുതണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.